രഞ്ജു, ഞാൻ കണ്ടു നിന്റെ വീഡിയോ തിരുവാതിരക്കളി. ആണോ? എന്ത് രസാന്നറിയോ? നന്നായിട്ടുണ്ടോ? നന്നായിട്ടുണ്ടെടാ. പക്ഷെ ഞാൻ ഒന്ന് തെറ്റിച്ചു. നീ ശ്രദ്ധിച്ചോ? തെറ്റിച്ചു. ഇല്ല, അത് അറിഞ്ഞതേ ഇല്ല. അവിടെ ഞാൻ തെറ്റിച്ചു. ഉള്ളവരൊക്കെ ചിരിച്ച് രസിച്ച് കളിക്കണതായിട്ട് എനിക്ക് തോന്നിയത്. അതെ, എനിക്ക് തോന്നുന്നത് എന്താന്നറിയോ ഗോപു? ആക്ച്വലി നീ ഞങ്ങളുടെ ടീമിനെ കണ്ടല്ലോ. ഞാൻ എപ്പളും മെൻഷൻ ചെയ്യാറുള്ള യോഗ ടീമാണ്. അപ്പൊ ആ ആന്റിമാരില്ലേ, എന്ത് ഐ മീൻ എനിക്ക് തോന്നുന്നു അവരില്ലേ ഫെയിലിയറോ അല്ലെങ്കില് തെറ്റിക്കുമെന്നോ ഒരു ടെൻഷൻ ഇല്ലാത്തത് കൊണ്ട് അവരൊക്കെ നന്നായി കളിച്ചു. എന്നാൽ ഞാൻ പെർഫെക്റ്റ് ആവാൻ വേണ്ടി അയ്യോ അവിടെ തെറ്റിക്കാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഓവർ കോൺഷ്യസ് ആയപ്പം ഞാൻ ഒരു സ്റ്റെപ്പ് തെറ്റിച്ചു. അത് ചിലപ്പോ നീ കണ്ടുപിടിക്കാഞ്ഞിട്ടായിരിക്കും ഞാൻ തെറ്റിച്ചിട്ടുണ്ട്. ഒന്നും കൂടെ നോക്ക്. പക്ഷെ കുഴപ്പമില്ല. എപ്പോഴും ഉണ്ട്, പ്രാക്ടീസ് ചെയ്യുമ്പം ഉള്ള പോലെ അല്ല. ചിലപ്പോ നന്നായി കളിക്കുന്നവരായിരിക്കും ഈ എന്താ പറയാ ഈ ഓവർ ശരിയാക്കാനുള്ള ഒരു ഇതോ അങ്ങനെ, അതോ ഞാൻ തെറ്റിക്കരുത് എന്ന് ഭയങ്കരമായിട്ട് തീരുമാനിക്കുമ്പോഴായിരിക്കും തെറ്റിപ്പോകുന്നുണ്ടാവുക. അതെ. ഇത് എനിക്ക് തോന്നുന്നു നമ്മൾ കൂടുതലും ആ ഒരു പ്രോസസ്സിനെ എൻജോയ് ചെയ്താൽ നമുക്ക് ഈ വക ടെൻഷൻസ് വരില്ല തോന്നുന്നു. നമുക്ക് ലൂസിങ് അല്ലെങ്കിൽ ഫെയിലിംഗ് അയ്യോ ഞാൻ തെറ്റിക്കുമോ എന്നുള്ള ടെൻഷൻസ് ഇല്ലെങ്കിൽ നമ്മൾക്കത് ശരിക്കും ആ ഒരു പ്രോസസ്സ് മാത്രം എൻജോയ് ചെയ്തിരുന്നാൽ എനിക്ക് തോന്നുന്നു ഈ വക കാര്യങ്ങളൊന്നും വരില്ല എന്നാണ് എനിക്കൊരു ബലമായി പക്ഷെ തോന്നുന്നത്. പറ്റില്ല കേട്ടോ. എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ആങ്സൈറ്റിയാ. സന്തോഷമൊക്കെ ഉണ്ട്, ഉം. എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ആ സമയം എത്തുമ്പം ആൾക്കാരെ കാണുമ്പോഴോ ആ സമയത്തേക്ക് ഇതൊക്കെ പോകുമ്പോ എന്താ അറിയോ, ഒരു ഒരു സെക്കൻഡിലേക്ക് ചിലപ്പോ ബ്ലാങ്ക് ആവും. അതെ. ഇപ്പൊ ഞാൻ ഈ ആന്റിമാരുടെയൊക്കെ എക്സാമ്പിൾ എടുത്ത് ഞാനിപ്പോ പറയുന്നത് പിള്ളേരുടെ അടുത്താ. ഇപ്പം സഹോദരിയുടെ CBSE സ്കൂൾ കലോത്സവം ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഞാൻ ഇതന്നെയാ പറയുന്നത്. എൻജോയ് ദ പ്രോസസ്. അയ്യോ നമ്മൾ വിൻ ചെയ്യോ? ഒരു ആളുടെ പെർഫോമൻസ് കാണുമ്പം ഓ അതങ്ങനെയായി അല്ലെങ്കിൽ ഇത് ഇങ്ങനെയായി എന്നൊക്കെ നമ്മൾ നോക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നു ടെൻഷൻ കൂടുന്നതും നമുക്ക് കറക്റ്റായിട്ട് പെർഫോം ചെയ്യാൻ പറ്റത്തില്ലാത്തതും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആയിരിക്കും. അതൊന്ന് കട്ട് ഓഫ് ചെയ്തിട്ട് ആ പ്രോസസ്സ് നന്നായി ചെയ്യാൻ പറ്റിയ രക്ഷപ്പെട്ടു. അതെ. പക്ഷെ ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ഇടയിൽ കൂടി കയറി വരുന്നതാണോ സംശയം എനിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. അതെ. ഇവിടെ ആക്ച്വലി എനിക്ക് തോന്നുന്നു നമ്മള് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യാറുള്ളത് പോലെ ഡോണ്ട് കോമ്പീറ്റ് വിത്ത് അതേഴ്സ്. കോമ്പീറ്റ് വിത്ത് യുവർ എബിലിറ്റീസ്. കോമ്പീറ്റ് വിത്ത് യുവർ സെൽഫ്. എന്ന് നമ്മളെ എങ്ങനെയൊക്കെ നമുക്ക് നന്നാക്കി കൊണ്ടുവരാൻ പറ്റുമോ അത് മാത്രം നമ്മൾ ട്രൈ ചെയ്താൽ അല്ലേ? മതിയാവേ. പേടിക്കേണ്ട ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇല്ല. അതെ. എന്താ അറിയോ, പഴയ വീഡിയോസ് ഒക്കെ തിരിച്ചെടുത്ത് നോക്കുമ്പോ എന്താ അറിയോ, അന്ന് തെറ്റിച്ചത് ചിലപ്പോ ഓർമ്മയില്ല. രണ്ടാമത് അതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഹാപ്പി മെമ്മറി. ആഹാ. കഴിഞ്ഞ പ്രാവശ്യം തെറ്റിച്ചതൊന്നും ഇപ്പൊ നമുക്കൊരു സങ്കടമല്ല. ആ ഒരു ദിവസം മാത്രമേ ഉള്ളൂ ആ സങ്കടം. അത് വെച്ചിട്ട് എന്താ വിചാരിക്കണേ, ഞാൻ അടുത്ത പ്രാവശ്യം തെറ്റിച്ചാൽ കുഴപ്പമില്ല. ആരോ ഈ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒട്ടും പ്രിപ്പയർഡ് അല്ലാണ്ട് പോകുമ്പോൾ ഭയങ്കര രസമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നു. അതായത് ഓവർ പ്രിപ്പറേഷൻ ഇല്ലാതെ കേട്ടോ. ഒട്ടും പ്രിപ്പയർഡ് ആയിരിക്കില്ല അവർ ഉദ്ദേശിച്ചത്. ഓവർ പ്രിപ്പറേഷൻ ഇല്ലെങ്കിൽ ടെൻഷനും ഇല്ല. ഇത് എനിക്കൊരു കാര്യം, പണ്ട് നമ്മളൊരു ബിരിയാണി കഥ പറഞ്ഞില്ലേ, ഉം. അതും ഇതുപോലെ തന്നെയായിരുന്നു. ഞാൻ അങ്ങോട്ട് പെർഫെക്റ്റ് ആക്കാനും എന്റെ ഫ്രണ്ട്സിനെ അങ്ങോട്ട് ഇംപ്രസ് ചെയ്യാനും ഒക്കെ ശ്രമിച്ചതാണ് അത് മുഴുവൻ കുളമായി പോയതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളല്ലാതെ നമുക്കറിയുന്ന പോലെ കുഴപ്പമില്ല, എല്ലാരും സ്നേഹത്തോടെ കുറച്ച് കഴിക്കുക എന്നൊക്കെ വിചാരിച്ചിരുന്നെങ്കിൽ അന്ന് ചിലപ്പോ എന്റെ ബിരിയാണി കളയേണ്ടി വരില്ല എന്ന് എനിക്കൊരു പക്ഷെ സംശയമുണ്ട്. മാത്രമല്ല, അവിടെ ഇരിക്കുന്ന ഓഡിയൻസിലും എനിക്ക് തോന്നുന്നു എല്ലാവരും നമ്മളെയൊന്നുമല്ല നോക്കണേ. ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ളവരൊക്കെ ആയിരിക്കും നോക്കുന്നുണ്ടാവുക. ചിലപ്പോ നമ്മൾ തന്നെ ഒരു പ്രോഗ്രാം ഇടയിൽ കൂടി നമ്മൾ സോൺ ഔട്ട് ആയിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും ചിന്തിക്കും. നമ്മൾ മാത്രം നമ്മളെ പറ്റിട്ട് ഓ ഞാൻ നന്നായി കളിക്കണം, ഞാൻ തെറ്റിച്ചാൽ കാണും, നീ തെറ്റിച്ചിരിക്കുമ്പോൾ ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. ഒറ്റയടിക്ക് നോക്കുമ്പോൾ അറിയേയില്ല. ഞാൻ നിന്നെ നോക്കി തുടങ്ങിയിട്ട് ബാക്കി എല്ലാരെയും ചുറ്റി വരികയാണ്. അപ്പൊ ചിലപ്പം കണ്ടിണ്ടാവില്ല. പക്ഷെ അങ്ങനെ നിനക്ക് വിചാരിക്കാൻ പറ്റിയ നീ രക്ഷപ്പെട്ടു. ആരും എന്നെ കണ്ടില്ല. അല്ല, ഇപ്പൊ തെറ്റിച്ചോണ്ട് എനിക്ക് വലിയ സങ്കടമൊന്നുമില്ല. നന്നായി. ഇറ്റ്സ് ഓക്കെ എന്ന് ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിക്കുക. അത് കുഴപ്പമില്ല, എല്ലാരും തെറ്റിക്കല്ലോ, തെറ്റിന്നൊക്കെ നമ്മൾ പല പലതും പഠിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഹാപ്പി ആവാൻ ആ ശ്രമിക്കാണ്. തെറ്റിക്കഴിയുമ്പോ ചിലവര് കണ്ടിട്ടുണ്ടോ, ചിലവര് പേടിച്ചിട്ട് അവരുടെ മുഖത്തേക്ക് ആ ഒരു ഇത് വരെ, ചിലവര് ചിരിക്കും കൂടുതല്. എനിക്ക് ആ ചിരിക്കുന്നത് കാണുമ്പോ ഏറ്റവും രസം കേട്ടോ. അതായത് തെറ്റിച്ചുണ്ടാവും, ഒരു കുഴപ്പമില്ല, അവര് ചിരിക്കും, അടുത്തുള്ളവര് ചിരിക്കും. അതോടെ അതൊരു ഹാപ്പി മൂമെന്റ് ആയി. ഞാനും ഇതൊക്കെയാ ചെയ്തത്. തെറ്റിച്ചു, പക്ഷെ മുഖത്ത് ഒരു ചിരി, കള്ളച്ചിരിയും ചിരിച്ച് പിന്നെ അങ്ങ് കളിക്കാൻ തുടങ്ങി. അത് മതി. ഉടനെ എന്റെ അടുത്ത് നിൽക്കുന്നവര് പറയും, നീ തെറ്റിച്ചു അതിന്റെ കൂടെ നല്ലൊരു ചിരിയും. സാധാരണ എല്ലാരും ടെൻഷൻ അടിക്കും, നീ ടെൻഷനേ അടിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അല്ലാതെ തെറ്റിപ്പോയി, ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, മായ്ക്കാൻ പറ്റില്ലോ. ഇല്ല, മാത്രമല്ല തെറ്റിയ കുഴപ്പമില്ലല്ലോ.
ലോകമൊന്നും ഇടിഞ്ഞു വീഴില്ലല്ലോ. അതെ. അപ്പൊ തെറ്റുന്നതൊക്കെ തെറ്റിക്കോട്ടെ, ശരിയാവണത് ശരിയായിക്കോട്ടെ. ശരിയായത് മാത്രം നമ്മൾ നോക്കിയാ മതി. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്നും ഐ മീൻ നമ്മളൊരു പെർഫെക്റ്റ് ആണെന്ന് നമ്മൾ ഒരിക്കലും നോക്കരുത് അല്ലേ? ഉം. ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് സംഭവങ്ങൾ അതാണ്. നമ്മൾ പെർഫെക്റ്റ് അല്ലെന്ന് നമ്മൾ തന്നെ അങ്ങോട്ട് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു തെറ്റുകളൊന്നും വലിയ പ്രശ്നം ഇല്ല. പെർഫെക്റ്റ് ആയി പോയാലും കുഴപ്പമില്ല. അല്ലെങ്കിലും കുഴപ്പമില്ല. ഈ പെർഫെക്ഷൻ എന്നൊക്കെ പറയണത് നമ്മളായി ഉണ്ടാക്കി വെക്കണ ഒരു സാധനാ തോന്നുന്നു അല്ലേ? അതെ. അങ്ങനൊരു ക്രൈറ്റീരിയ ശരിക്കും പറയാന്ന് വെച്ചാ ഇല്ല. നമ്മള് സ്വന്തമായിട്ട് ഇമാജിൻ ചെയ്യുന്നു. എന്നിട്ട് അത് അച്ചീവ് ചെയ്യാൻ നോക്കണു. എന്നിട്ട് ജീവിക്കണു. എന്നിട്ട് സങ്കടപ്പെടുന്നു. സന്തോഷിക്കണു. എന്തൊക്കെയോ ചെയ്യണു. പ്രത്യേകിച്ച് വലിയ മീനിങ് ഒന്നും ഇല്ല. ഈ- ഉള്ള സമയം സന്തോഷമായിട്ടിരിക്കുക. ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് മാക്സിമം ഗ്രാബ് ചെയ്യുക. ആ അതെ. സമയത്ത് എൻജോയ് ചെയ്യുക. എന്നിട്ട് കുറെ ഇപ്പത്തെ പോലെ ഫോട്ടോസ് ഒക്കെ എടുത്ത് വീഡിയോസ് ഒക്കെ എടുത്ത് എല്ലാരോടും ഷെയർ ചെയ്ത് ആ ഇൻസിഡന്റ് ഒരു ഫണ്ണി ഇൻസിഡന്റ് ആക്കി എല്ലാരോടും പറയാം. ഇത് തന്നെയാണ് ഞാനും ചെയ്യുന്നേ. So let's count our blessing and keep watching Echoes of Her with Ren and Go.